ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ കുഞ്ഞു ചാനലിലേക്ക് സ്വാഗതം. നാടൻ വിഭവങ്ങളുടെ നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പം ഇന്നേ ചക്കക്കുരു ആണ് മക്കളെ കറി. നനഞ്ഞ ചക്കക്കുരു കൊണ്ട് ഞാൻ ആകെ കുടുങ്ങിട്ടോ, കുറേ സമയം എടുത്തതൊന്ന് തൊലി കളഞ്ഞെടുക്കാൻ വേണ്ടിയിട്ടോ. അപ്പോൾ ഇതുകൊണ്ടുള്ള കറിയും കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അതാ ഇന്ന് ചക്കക്കുരു കറിയാണ്. ചക്കക്കുരു ഞാൻ നല്ലതുപോലെ ആ തൊലിയൊക്കെ കളഞ്ഞ് ഇതിമുണ്ട് ആ ചുമന്ന തൊലി ഉണ്ടല്ലോ, തവിട്ട് കളർ, അത് കളഞ്ഞിട്ടുണ്ട്. ശരിക്കും അത് കളയണ്ടെന്നാണ് പറയണത്. അത് നല്ല വിറ്റാമിൻ ഉണ്ട് എന്നാണ് പറയണത് ആ തൊലിയിൽ കേട്ടോ. പക്ഷെ പിന്നെ നമ്മൾ എന്ത് ചെയ്യും, അതങ്ങോട്ട് കളഞ്ഞാൽ നമുക്കതൊരു വൃത്തിയായിട്ട് തോന്നുള്ളൂ. അപ്പോൾ വലിയ കുരുവാണെങ്കിൽ നമുക്ക് എന്താ പറയുക, തോല് പൊളിച്ചെടുക്കാൻ വേഗം എളുപ്പം പണി കഴിയൂലേ. ചെറിയ കുരുവാണെങ്കിൽ എങ്ങനെ ചിരകി നമ്മൾ അതിന്മേൽ ഇരുന്ന് കുറേ സമയം മെനക്കിടണം. പിന്നെ ഈ ചക്കക്കുരു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആരും നിസ്സാരരാക്കൊന്നും വേണ്ട ചക്കക്കുരുവിനെ. ഈ നമ്മൾ ഇവിടുന്ന് അങ്ങോട്ട് വിട്ടാൽ, കേരളത്തിൽ നിന്ന് അങ്ങോട്ട് വിട്ടാൽ ചക്കക്കുരു, ചക്ക ഇതൊക്കെ കാശ് കൊടുത്തിട്ട് വാങ്ങിക്കുകയാണ്. സൂപ്പർ മാർക്കറ്റിലൊക്കെയാണ് ഇതിൻ്റെയൊക്കെ വില എന്താണ്. അപ്പോൾ ഇവിടെ നമ്മൾ ചക്കക്കാലത്ത് മാക്സിമം ഇങ്ങനെയുള്ള സാധനങ്ങൾ തന്നെ കഴിക്കാൻ നോക്കുക കേട്ടോ. അത്രയും വിറ്റാമിനാണ് ഇതിന്, അത്രയും ഗുണങ്ങളാണ് കിട്ടുന്നത്. പക്ഷെ നമ്മൾ ചക്കപ്ലാവ് നമ്മളെ പറമ്പിലുള്ള ഇതാണ്, നമ്മൾ അതിനൊരു വളമോ ഒന്നും ഇട്ട് കൊടുക്കാതെ ഇടല്ലോ നമ്മൾ ചക്കപ്ലാവ് ഒക്കെ അതിന്മേൽ ചക്ക ഉണ്ടാകണത്. അപ്പോൾ വിഷമൊന്നുമില്ലാത്ത ഒരു പച്ചക്കറി തന്നെയാണ് ഈ ചക്കക്കുരു കേട്ടോ. അപ്പം ഞാൻ ഇതിൽ തക്കാളി ഇട്ടിട്ടാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇതിൽ കുമ്പളങ്ങ, ചക്കക്കുരു കുമ്പളങ്ങ വെക്കാം, ചക്കക്കുരു വെള്ളരിക്ക, ചക്കക്കുരു മുരിങ്ങക്കായ അങ്ങനെയൊക്കെ വെക്കാം. അപ്പോൾ ഇതാ നല്ല കുരുകളാണ്. അപ്പോൾ ചില ആൾക്കാർക്കൊക്കെ ഇത് കഴിച്ചാൽ ഗ്യാസിൻ്റെ ഒക്കെ അസുഖം ഉണ്ടാവും എന്ന് പറയണ കേട്ടിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴൊന്നും അങ്ങനെ ഇല്ല കേട്ടോ. ഇപ്പം ഒന്നും അങ്ങനത്തെ ഗ്യാസിൻ്റെ പ്രോബ്ലം ഒന്നും ആർക്കും ഇല്ല എന്നാണ് തോന്നുന്നത്. നമ്മൾ തീരെ പച്ചക്കറികൾ ഒന്നും കഴിക്കാത്തത് കൊണ്ടാണ് ഗ്യാസിൻ്റെ അസുഖം അങ്ങനെ ഉണ്ടാവുന്നത്. അപ്പോൾ നമ്മൾ സ്ഥിരമായിട്ട് പച്ചക്കറികൾ, ഇലക്കറികളൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഗ്യാസിൻ്റെ അസുഖമൊക്കെ കുറഞ്ഞു കിട്ടും. വയറ് കമ്പിക്കും, ഗ്യാസ് ഉണ്ടാവും എന്നൊക്കെ പറയുന്ന കേട്ടിട്ടുണ്ട് ചക്കക്കുരു കഴിച്ചാൽ. പക്ഷെ അങ്ങനെയൊന്നുമില്ല. ഗ്യാസ് ഉണ്ടാവണ, വയറ് കമ്പിക്കണ ഒരു സാധനം തന്നെയാണ് ഈ ചക്കക്കുരു എന്നൊക്കെ പറയുന്ന സാധനം. പക്ഷേ നമ്മളിതൊക്കെ കഴിക്കണം കേട്ടോ. അപ്പോൾ അതാ ഞാൻ ഇത്രയും ചക്കക്കുരു എടുത്തിട്ടുണ്ട്. ഇനി ഇതും തക്കാളി വെച്ചിട്ടാണ് കേട്ടോ ഇന്നത്തെ കറി എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഉണ്ടാക്കണില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കിക്കൊണ്ട്, നല്ല ടേസ്റ്റാവും. പിന്നെ ഈ ചക്കക്കുരുവിൽ മുരിങ്ങട്ട് വെച്ചാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. മുരിങ്ങട്ട് വെച്ചാൽ നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ നമുക്ക് ഇതുകൊണ്ട് പെട്ടെന്ന് കറി ഉണ്ടാക്കാം. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു എന്നറിയോ, ഇന്ന് പിന്നെ ചക്കക്കുരും തക്കാളിയും വേവിച്ച് ഗ്യാസുമ്മലാണ് തൂമിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇന്ന് നേരം വൈകി എനിക്ക് ഈ ചക്കക്കുരുമ്മ കെണിഞ്ഞിരുന്ന്, നനഞ്ഞ ചക്കക്കുരു അല്ലേ, അതിൻ്റെ തൊലിയും പോണില്ല, ആകെ ഇങ്ങോട്ട് ഇടങ്ങേറായി ഞാൻ. അപ്പോൾ ഞാൻ ഇങ്ങനെ എളുപ്പം വഴിക്ക് എന്ത് ചെയ്തു, കുക്കറിലാണ് വേവിച്ചു തക്കാളി ചക്കക്കുരും. എന്നിട്ട് ചട്ടിയിൽ കടുകും പിന്നെ എന്താ പറയുക കറിവേപ്പിലയും ഉണക്കമുളകും ഒക്കെ പൊട്ടിച്ചങ്ങാണ്ട് അതിക്ക് ചക്കക്കുരു കറി ഇങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക. അത് തന്നെയാണ് ഇന്നത്തെ കറി. നാളേരം അരക്കണമെങ്കിൽ അരക്കാം, നേരെ ഉണ്ടെങ്കിൽ അരക്കണം. കറണ്ടാണെങ്കിൽ വന്നും പോയി ഇങ്ങനെ നിൽക്കുകയാണ്. നേരെ വഴുകണ ദിവസം ഒന്നായിട്ട് അങ്ങനെ എവിടെയാണ് ഈ നേരം വെക്കാൻ കാരണം നേരം പോകുന്നത് നല്ലക്കറിയാം. എത്ര തട്ടിപ്പടഞ്ഞെടുത്താലും നേരം വരും. ഇപ്പോൾ കണ്ടോ വേവിച്ചുകാണ്ട് ഇതിങ്ങനെ തൂമിച്ചെടുത്തു. ഇപ്പോൾ ഇത് നാളേരം അരക്കണമെന്നൊന്നുമില്ല. നല്ല കൂട്ടാനാണ്, നല്ല കറിയാണ്. ചോറുകൊക്കെ പറഞ്ഞ് തിന്നണമെങ്കിൽ നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ അതാണ് ഇന്നത്തെ കറി. ചക്കക്കുരു പിന്നെ ഫസ്റ്റിൽ ആദ്യത്തെ ഏറ്റിൽ ചക്ക മൂത്തു, അങ്ങനെ ഒരു ചക്ക കിട്ടിയത്. അങ്ങനെ ആ ചക്ക എന്നാണെങ്കിൽ വലിയ വലിയ കുരും ചൊളയും. ഇനിയിപ്പോൾ ചക്ക പ്രാവശ്യം കുറവാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ കിട്ടിയപ്പോൾ ചക്കര ഒരു മുറി ചക്കൻ്റെ കുരുവാണിത്. അപ്പോൾ ദാ നമ്മുടെ ചക്കക്കുരു കറി റെഡിയായി. ഈ ചക്കക്കുരുവുമ്പോൾ ഇങ്ങോട്ട് കൂടി അതിൻ്റെ തോല് നനവുകൊണ്ട് ഇങ്ങോട്ട് തൊലി കളയാൻ ഞാൻ കുറേ ഇടങ്ങേറായിട്ടോ. പിന്നെ ഞാൻ ചോറിന് വെള്ളം വെച്ചങ്ങാണ്ട് ചോറ്റും വെള്ളത്തിൽ നിന്ന് തന്നെ അങ്ങോട്ട് ചായക്കും വെള്ളം മുക്കി. പിന്നെ അല്ല എന്താ കാട്ടുന്നത്, അപ്പം ഒന്നും ചുട്ടിട്ടില്ല. അപ്പം ചുടാനൊക്കെ നേരം വരും. ഇന്നിപ്പോൾ പള്ളൻ്റെ ഉള്ളിൽ കൂടെ കത്തിക്കളിയിട്ട് നിൽക്കാൻ പറ്റുക. ഭയങ്കര വിശപ്പുണ്ട്, കാരണം 8:30 മണി കഴിഞ്ഞു. അപ്പോഴാണ് ഈ ചോറ് തിന്നുന്നത്. ഇതും വെന്ത് ഇനിയിപ്പോൾ അപ്പൊക്കെ ചുട്ട് ചായ കുടിക്കുമ്പോൾ പിന്നെ അംഗൻവാടി ഇല്ലാത്തത് കൊണ്ട് എന്തായി,
പിന്നെ ഇതിമ്മക്ക് ഇങ്ങനെ കൂടായി അയച്ചു. എനിക്കൊരു എന്താണെന്നറിയോ, ഒരു ചക്കക്കുരു തൊലിക്കാൻ നിന്നപ്പോൾ തന്നെ അത് നനവാണ്, തൊലിച്ചാൽ ശരിയാവില്ല എന്നൊക്കെ എനിക്കറിയാം. എന്നാലും ഞാൻ എന്ത് ചെയ്തു, അതിമ്മ അങ്ങോട്ട് കൂടി അതങ്ങോട്ട് ക്ലീനാക്കി. പിന്നെ ഈ നെല്ലുത്തരിൻ്റെ ചോറാണ്, അത് വെന്ത് കിട്ടുമ്പോഴത്തേന് 2.5 മണിക്കൂർ കണക്കാണ്. നല്ലോണം അങ്ങോട്ട് തീ കത്തിച്ചുകൊണ്ട് പെട്ടെന്ന് വേവിച്ചെടുക്കാൻ വിചാരിച്ചു. അടുപ്പത്ത് വെച്ച് വെന്തിട്ട് വേണം ഈ അപ്പം ചുടണമെങ്കിൽ. പിന്നെ ഞാൻ അപ്പം ചൂടുമ്പോൾ പച്ചരി ഉഴുന്നൊക്കെ ഇടുമ്പോഴേ എല്ലാവരും അപ്പസോഡ, അപ്പക്കാരം, ഈസ്റ്റ് ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ചേർക്കൂലേ. ഞാനതൊന്നും ചേർക്കാതെയാണ് നമ്മൾ അപ്പം ചൂടുക കേട്ടോ. അപ്പോൾ ഞാനത് ഒന്ന് മയം കിട്ടാനും പിന്നെ നല്ല സോഫ്റ്റ് ആവാനും ടേസ്റ്റ് കൂടാനും ഞാൻ ഉഴുന്ന് ദോശയിൽ കൂട്ടുന്ന ചേരുവകൾ പറഞ്ഞുതരാം കേട്ടോ. പച്ചരി വെള്ളത്തിലിടുന്നതോടുകൂടി അതിലേക്ക് പാകത്തിന് ഉഴുന്നോടും ഒരൊറ്റ ടീസ്പൂണ് ഉലുവയിടും. എന്നിട്ട് അത് വെള്ളത്തിലിട്ട് കുതിർത്ത് തലേ ദിവസം നമ്മൾ ദോശയ്ക്ക് അരച്ച് വെക്കൂലേ. ഇപ്പം ഇങ്ങോട്ടോ നേരം പറ്റ വെളുത്തു, ഞാൻ പുറത്തേക്കാണ് ഇപ്പം കാണിച്ചു തന്നത് കേട്ടോ. ചോറ് വെന്തു. പിന്നെ അത് പിന്നെ കൂട്ടി വെക്കുമ്പോൾ ഉപ്പിടുമ്പോൾ നമ്മൾ 1/2 ടീസ്പൂൺ പഞ്ചസാരയും കൂടി കൂട്ടിയിട്ട് അങ്ങോട്ട് മിക്സാക്കി അങ്ങോട്ട് കൊടുക്കും കേട്ടോ. അപ്പച്ചട്ടി ഒന്ന് മോറട്ടെ, എന്നിട്ട് ചൂടായാച്ചു. ഒന്നും മോറലില്ല, ചുട്ടേക്കേണ്ട അടച്ചക്കലാണ്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് അപ്പച്ചട്ടീൻ്റെ ഉള്ളൊക്കെ വേണമെന്ന് മോറി വെക്കാം. അപ്പോൾ അപ്പക്കാരൊന്നും ഇടാതെ ഞാൻ തലേ ദിവസം 1 ടീസ്പൂൺ ഉഴുന്നും 1 കുഞ്ഞിക്കൈയിൽ ചോറും 1 ടീസ്പൂൺ ഉഴുന്നല്ല കേട്ടോ, അരി എത്രയാണോ അതിനനുസരിച്ച് ഉഴുന്നും പിന്നെ 1 ടീസ്പൂൺ ഉലുവയും 1 കുഞ്ഞിക്കൈയിൽ ചോറും കൂട്ടി അരക്കുക. എന്നിട്ട് അത് അരച്ച് അതിൽ മാവ് നമ്മൾ ഉപ്പൊക്കെ കൂട്ടി ഇളക്കി വെക്കുന്ന ടൈമിൽ ഉപ്പ് പാകാക്കുമ്പോൾ 1 ടീസ്പൂൺ പഞ്ചസാരയും കൂടി ഇടുക. എന്നിട്ട് നിങ്ങൾ പിറ്റേ ദിവസം അതേമാതിരി ഉഴുന്ന് ദോശ ഒന്ന് ചുട്ട് നോക്കൊണ്ടിട്ടോ. നല്ല ടേസ്റ്റ് ആക്കാരം, നല്ല മയോക്കാരം. അങ്ങനെയാണ് ഇപ്പോൾ ഇത്. നല്ല ടേസ്റ്റും നല്ല മായമൊക്കെ ആക്കാരട്ടത്. അപ്പം അങ്ങനെ ഒന്ന് ചുട്ട് നോക്കൊണ്ടിട്ടങ്ങൾ അടിപൊളിയാവും കേട്ടോ. അപ്പോൾ ഇന്ന് ഉഴുന്ന് ദോശയാണ്. അപ്പോൾ ഇതിലേക്ക് ഇപ്പം ഇനി കറി ഉണ്ടാക്കണം. അപ്പോൾ വീട്ടിൽ ലീവുള്ളന്ന് വിശപ്പൊന്നും ഉണ്ടാവില്ല, വെച്ചങ്ങനെ ഉണ്ടാക്കും. വെച്ചുണ്ടാക്കി വിശക്കിനും എല്ലാം തിന്നുമ്പോഴത്തേന് 12 മണിയാവും. അങ്ങനെയാണ്. പിന്നെ എന്താ പറയുക, കുഞ്ഞാണിയൊക്കെ കഴിഞ്ഞ് വരുമ്പോഴത്തേന് എന്തായാലും ഇതൊക്കെ ആവും. അപ്പൊക്കെ ചുട്ട് ഇപ്പം ചോറ് വെന്തു. ചോറ് ഈ ആഴ്ച കിട്ടിയ അരി കുത്തരിയാണെങ്കിലും പെട്ടെന്ന് വെന്തിക്കണം കേട്ടോ. അതുകൊണ്ട് ഞാൻ കഴിച്ചിലായി. ചില ഒരു കുത്തരി ഉണ്ട്, വെന്ത് തീമിട്ട് തളിച്ച് നമ്മളെ വറകാണ്ട് തീരുകയെന്നല്ലാതെ മണിക്കൂർ 2 കഴിഞ്ഞാലും വെന്തങ്ങനെ കിട്ടൂല. അങ്ങനെയുള്ള അരി ഉണ്ട് കേട്ടോ. പക്ഷേ ഈ അരി പെട്ടെന്ന് വെന്തിക്കണമെന്നപ്പോൾ എനിക്ക് തോന്നുന്നു, പെട്ടെന്നായി. അപ്പോൾ എന്നിട്ട് ഊറ്റിയിട്ട് ഞാൻ എന്ത് ചെയ്യും, റൈസ് കുക്കറിൽ അതിൽ ഇതൊക്കെ ഈ റിങ്ങൊക്കെ വെച്ച് ആ കുടുക്കിയിലിട്ടുണ്ട് അടച്ച് വെച്ചാണ്ടല്ലോ നമ്മളെ ചോറ് ചൂടോടുക്കാൻ നമ്മൾ ഉച്ചക്ക് തിന്നുമ്പോഴും ആ ചൂടുള്ള ചോറാണ് തിന്നണ്ടേ. നമുക്ക് ഇങ്ങനെ അടച്ച് വെച്ചാൽ ഇപ്പോൾ റൈസ് കുക്കറിൽ ഗ്യാസുമ്മ വെച്ച് 1/2 മണിക്കൂർ കൊണ്ട് ഊറ്റിയ ചോറാവും. ഞാൻ എന്ത് ചെയ്യും, അടുപ്പത്ത് തന്നെയാണ് വേവിച്ചയക്കാൻ ചൂട് കൊടുക്കണം കേട്ടാ. ഉച്ചക്ക് ചൂടുള്ള ചോറും തിന്നാലോ, അങ്ങനെയാണ് ഞാൻ കാട്ടുക. അപ്പോൾ എല്ലാവരും അങ്ങനെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കണ്ടി. പിന്നെ ചൂടുള്ള ചോറ് തിന്നുക. അപ്പോൾ അതാ അപ്പം അങ്ങനെ 1, 2 എന്ന് പറഞ്ഞ് ചുട്ടെടുക്കുകയാണ്. അപ്പോൾ ഞാൻ ഭയങ്കര വിശപ്പിട്ട് 1 ഗ്ലാസ് വെള്ളം കുടിച്ചങ്ങാണ്ട് ഒരപ്പം ചുരുട്ടി കൂട്ടി അങ്ങോട്ട് കഴിച്ചു തിന്നങ്ങോട്ട്. പള്ളൻ്റെ ഉള്ളിൽ കൂടെ അങ്ങനെ തീവണ്ടി പോകുക അറിയുന്നില്ല, അതേമാതിരി ഒരു കാളിച്ച പള്ളം കിട്ടുന്നത്. അപ്പോൾ അതൊന്ന് കഴിച്ച് അപ്പോൾ ചെറിയൊരാക്കം കിട്ടിട്ടോ. അപ്പോൾ രണ്ടാമത് അപ്പം ഇങ്ങനെ കണ്ടപ്പോൾ പിന്നെ ഇങ്ങനെ ചുരുട്ടി കൂട്ടി കഴിക്കാനൊക്കെ തോന്നുന്നുണ്ട്. അപ്പം ഇനി ഒന്നും കൂടി കഴിച്ചാൽ പിന്നെ എന്താണെന്നറിയോ, പിന്നെ ഇനിയിപ്പോഴൊന്നും കഴിക്കലുണ്ടാവില്ല. പിന്നെ ഉച്ചക്ക് ചോറ് മതിയേക്കാൻ. അതുകൊണ്ട് അപ്പം കഴിക്കൽ അവിടെ നിർത്തി. കുഞ്ഞാണിയൊക്കെ വരുമ്പോഴത്തേന് വേഗം അപ്പം പിന്നെ ഇങ്ങനെ ഈ ചോറും ഉലുവയൊക്കെ കൂട്ടിയിട്ട് പഞ്ചസാരയൊക്കെ കൂട്ടിയിട്ട് അപ്പത്തിന് നല്ലൊരു മണം ഉണ്ട് കേട്ടോ. ഈ മണം കേട്ടാൽ തന്നെ നമുക്ക് അപ്പം വേഗം ഓടി വന്ന് ഇട്ടിട്ട് അങ്ങോട്ട് തിന്നാൻ തോന്നും. അപ്പോൾ നല്ല ടേസ്റ്റാണ്. പിന്നെ നമുക്ക് ഈ ഉഴുവൊക്കെ നമ്മളെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങളല്ലേ, അപ്പോൾ അതൊക്കെ നമ്മൾ കഴിക്കുക. അപ്പോൾ നമുക്ക് എന്താണ് നല്ലൊരു പിന്നെ ശരീരത്തിന് നല്ല എനർജിയും വിറ്റാമിനൊക്കെ ഉള്ളതാണ്. കണ്ടോ, നല്ല തുണി പോലെ നല്ല സോഫ്റ്റായിട്ടുള്ള അപ്പമാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഗുട്ടൻസ് ഞങ്ങൾക്ക് പറഞ്ഞു തന്നില്ല, ഇതിൻ്റെ റെസിപ്പി. അപ്പോൾ അതുപോലെ ഉണ്ടാക്കി നോക്കിക്കൊണ്ട് അടിപൊളിയാവും, ടേസ്റ്റാവും കേട്ടോ. അപ്പോൾ ഓരോന്നോരോന്ന് ഞാനിങ്ങനെ ചുട്ടെടുക്കുകയാണ്. ചുട്ടെടുത്ത് ഇത് തീരാനായിക്കണ്. ഇത് തീർന്നിട്ട് നമുക്ക് ഇതിലേക്ക് എന്താ ഇപ്പോൾ ഒരു കറി ഉണ്ടാക്കുക എന്നറിയില്ല. പിന്നെ ചക്കക്കുരുച്ചാറിനെ പാരേണ്ടി വരും തോന്നുന്നുണ്ട്. പിന്നെ
ഞാൻ ഗ്രീൻ പീസ് കറിയാണ് ഉണ്ടാക്കിയത്. ഉഴുന്ന് ദോശയ്ക്ക് ഗ്രീൻ പീസ് കറി ഉണ്ടാക്കിയത്. അത് കുക്കറിൽ വേവിച്ചു. ഗ്രീൻ പീസ് തക്കാളിയൊക്കെ ഇട്ടിട്ട് വേവിച്ചു. എന്നിട്ട് അതിലേക്ക് നാളികേരവും അതിലേക്കുള്ള വേണ്ട സാധനങ്ങളൊക്കെ അരച്ചതിലൊഴിച്ച് ഒരു ചട്ടിയിലിട്ട് തൂമിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ ഈ ചട്ടീൻ്റെ കളർ എന്താ അങ്ങനെയാവും നിങ്ങൾ വിചാരിക്കല്ലേ. അപ്പോൾ ഇന്നലെ ഞാൻ ക്യാരറ്റ് ഓയിൽ ഉണ്ടാക്കിയെന്ന് കേട്ടോ. അപ്പോൾ മഞ്ചിഷ്ടം ക്യാരറ്റും ഉണ്ടാക്കി ഓയിലിട്ട് ഉണ്ടാക്കിയതുകൊണ്ട് ചട്ടിയിൽ ഉണ്ടാക്കിയതുകൊണ്ട് അതിൻ്റെ കളർ ഇങ്ങനെ ഏതാണ്. എത്ര കമ്പിച്ചണ്ടിയിട്ട് അരച്ചിട്ടും പോണില്ല കേട്ടോ. അപ്പോൾ മഞ്ചിഷ്ടൻ്റെ കറ നമ്മൾ ഇരുമ്പ് ചട്ടിയിൽ ഓയിൽ ഉണ്ടാക്കുമ്പോൾ മഞ്ചിഷ്ടൻ്റെ കറ ചട്ടിമ നല്ലോണം അങ്ങോട്ട് പിടിക്കും. അങ്ങനെയാണ് ഇപ്പോൾ ഈ ചട്ടീൻ്റെ കളർ ഇങ്ങനെ ആയത്. പിന്നെ ഒരുപാട് പഴക്കമുള്ള ചട്ടിയാണ്. ഉണ്ടാക്കി കട്ടി കുറഞ്ഞ് കറയൊക്കെ അതിമ പിടിക്കുകയാണ്. ഉരച്ചിട്ട് കഴുകിയിട്ട് പോണില്ല. അപ്പോൾ ഇതാണ് ഇന്ന് നമ്മളെ ഉഴുന്ന് ദോശയ്ക്കുള്ള കറി. അങ്ങനെ ഉഴുന്ന് ദോശയ്ക്കുള്ള കറി റെഡിയായി. നമ്മളെ ചോറുക്കുള്ള ചക്കക്കുരു കറി റെഡിയായി. നമ്മളെ ചോറും റെഡിയായി, ദോശയും റെഡിയായി കേട്ടോ. ഇനി നമുക്ക് ഒരു ചമ്മന്തിയോ ഒരു ഉണക്കമീനോ അങ്ങനെ എന്തെങ്കിലും ഒന്ന് ഉണ്ടാക്കണമല്ലോ. അതിനിപ്പോൾ എന്താണെന്ന് ഇങ്ങനെ ആലോചിച്ച് നോക്കുകയാണ് ഇപ്പം ഞാൻ. അപ്പോൾ കറി നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. നല്ല മണമൊക്കെ ഉണ്ട്. 2 വെളുത്തുള്ളിപ്പോണിയും 2 ചെറിയുള്ളിപ്പോണിയൊക്കെ ഇട്ടുകൊണ്ടാണ് കറി ഉണ്ടാക്കിയിരിക്കണത്. കറി സൂപ്പറാണ്. അപ്പോൾ ദാ ഇനി നമ്മൾ മീൻ പൊരിക്കുകയാണ്. അപ്പോൾ സ്രാവ് മീനിൻ്റെ തലയും വാലൊക്കെ പാടേണ്ട പൊരിക്കുന്നത്. അപ്പോൾ ഈ സ്രാവ് മീനില്ലേ, ഉണക്കമീൻ, അതിൽ ഉണക്ക സ്രാവാണ് കേട്ടോ. അപ്പോൾ അത് കുറേ സമയം വെള്ളത്തിലിട്ട് വെച്ച് അതിൻ്റെ ഉപ്പ് കളഞ്ഞിട്ടാണ് കേട്ടോ പൊരിക്കുന്നത്. എന്നാലും നല്ല ഉപ്പുണ്ട്. അപ്പോൾ ഞാനിതിലേക്ക് കുറച്ച് പച്ചമുളകൊക്കെ ഇങ്ങോട്ട് കീറിയിട്ടിട്ട് അങ്ങനെയാണ് പൊരിക്കുന്നത് കേട്ടോ. അപ്പോൾ നല്ലോണം കുറച്ച് വെളിച്ചെണ്ണയൊക്കെ പാർന്നിട്ടാണ് പൊരിക്കുന്നത്. അപ്പോൾ മുളകിൽ ഉപ്പിടേണ്ട കാര്യമൊന്നുമില്ല. നമ്മളെ മീനിലുള്ള ഉപ്പ് മുളകൊക്കെ അങ്ങോട്ട് കുടിച്ചോളും. അപ്പം അങ്ങനെ മീനിൻ്റെ കൂടെ മുളക് കടിച്ച് കൂട്ടി കഴിക്കാനും രസമാണ്. അല്ലെങ്കിലും ഏതൊരു ഉണക്ക മീനാണെങ്കിലും നമുക്ക് അതിൽ പച്ചമുളക് ഇട്ട് പൊരിക്കുമ്പോൾ ആ ഒരു മുളകിന് വേറൊരു ടേസ്റ്റ് കാരണം വേറൊരു ടേസ്റ്റ് തന്നെയാണ്. കഞ്ഞിക്കായാലും ചോറുക്കായാലും ഒക്കെ ഇതൊരു ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇതിങ്ങനെ പൊരിച്ചെടുക്കാൻ വിചാരിച്ചു. അപ്പോൾ സ്രാവ് മീൻ കുറേ സമയം വെള്ളത്തിലിട്ട് വെച്ചപ്പോൾ സ്രാവ് മീൻ ഉറപ്പൊക്കെ കുറഞ്ഞ പോലെ. ഇനിയിപ്പോൾ ഇതിൽ കിടന്നിങ്ങനെ മുരിഞ്ഞ് വരണം. അപ്പോഴേ മീൻ ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഞാൻ ഗ്യാസിന്മേണ് ഇത് പൊരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ ഷെഡിൽ ഗ്യാസ് പിന്നെ ഒരു സൈഡിൽ ആക്കി വെച്ചതുകൊണ്ട് കണ്ടില്ലേ, അവിടെ സൈഡിലുള്ള ആ ഒരു പച്ച തുണിമേ നല്ലോണം അഴുക്ക് ഗ്യാസ്മന്നായിട്ടുണ്ട്. അപ്പം അതിൻ്റെ തുണി മാറ്റാനായിക്കണം. അപ്പം ഇനി അത് മാറ്റണം. അതിന് പുതിയൊരു നെറ്റ് തുണി വാങ്ങണം. അത് അഴിച്ചിട്ടിട്ട് വേറൊന്ന് കെട്ടിക്കൊടുക്കണം. കാരണം ഗ്യാസിൻ്റെ തൊട്ടടുത്തായതുകൊണ്ടേ അതിൽ നിന്നുള്ള എണ്ണയും മേക്കൊക്കെ ഇങ്ങനെ തെറിക്കുകയാണ്. അല്ലാതെ നമുക്ക് ഇതിൻ്റെ നടുക്കൊക്കെ ഇട്ടാൽ നമുക്ക് സ്ഥലം ഉണ്ടാവില്ലല്ലോ. അപ്പോൾ കൂട്ടുകാർ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായിരുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പുതിയ കൂട്ടുകാരെങ്കിലും കണ്ടിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പിന്നെ വരാം കേട്ടോ അടുത്ത വീഡിയോ. ടാറ്റാ.